ദൈവത്തിൻ്റെ അരുളപ്പാട് അത് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയും പ്രതീക്ഷയും തരുന്നതാ, ആനന്ദവും സന്തോഷവും വെളിപ്പെടുത്തുന്നതാ. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവത്തിൻ്റെ അരുളപ്പാട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ഇപ്രകാരമാണ്. വേറെ വഴിയെക്കുറിച്ച്, പ്രശ്നങ്ങളുടെ വഴിയെ തടഞ്ഞുകൊണ്ട് ദൈവം വീണ്ടും അരുളി ചെയ്തു വേറൊരു വഴിയെക്കുറിച്ച്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ പ്രശ്നങ്ങളുടെ വഴിയെ ദൈവം അടയ്ക്കും. ആ പ്രശ്നങ്ങളുടെ വഴിയുള്ള യാത്ര ദൈവം തടയും. വേറൊരു വഴി അത് ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. തീർച്ചയായും സ്വർഗവത് കാണിച്ചു തരും. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. വേറെ വഴിയായി അത് ദൈവത്തിൻ്റെ അരുളപ്പാട്, അത് സന്തോഷവും ആനന്ദവും ഉളവാക്കുന്നതാ. അത് സ്വസ്ഥതയും സമാധാനവും കൈവരിക്കുന്നതാ. അത് ജീവിതത്തിൻ്റെ മേഖലകളിൽ ഉല്ലാസത്തിൻ്റെ തലങ്ങൾ വെളിപ്പെട്ടു വരുന്നതാ. ദൈവത്തിൻ്റെ കരങ്ങളിൽ വഴിയുണ്ട്. വിദ്വാൻമാർ കടന്നു വന്ന വഴി പ്രയാസപ്പെട്ടു. അതിലെ മടങ്ങിപ്പോകുവാൻ അവർ വീണ്ടും തീരുമാനിച്ചപ്പോൾ ദൈവം അരുളപ്പാട് കൊടുത്ത് അതിനെ തടയുക. ദൈവത്തിൻ്റെ പൈതലേ, ചില മേഖലകളെ സ്വർഗം തടയാൻ പോവുക. ചില വഴികളെ ദൈവം തടയാൻ പോവുക. അത് ദൈവം ബന്ധിക്കാൻ പോവുക. ചില വഴികളെ ദൈവം അടയ്ക്കാൻ പോവുക. കർത്താവ് അടച്ചാൽ അത് ആർക്കും അതിനെ തുറക്കുവാൻ കഴിയത്തില്ല. ആ നിലവാരത്തിൽ പ്രശ്നത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ, പ്രതികൂലത്തിൻ്റെ വഴിയെ ദൈവം ഇതാ തടയുന്നു. മറ്റൊന്ന്, വേറൊരു വഴി. ഇന്നും പ്രാർത്ഥിക്കുന്നില്ലേ, എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണം? ഇന്നും കണ്ണുനീരൊഴുക്കുന്നില്ലേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി വേറൊരു വഴി, വേറൊരു വഴി, എൻ്റെ കുടുംബത്തിന് വേണ്ടി വേറൊരു വഴി? ദൈവത്തിൻ്റെ പൈതലേ, ആഗ്രഹിക്കുന്നില്ലേ, പ്രതീക്ഷിക്കുന്നില്ലേ, അതിനായിട്ട് കരയുന്നില്ലേ, ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ലേ? ഇന്ന് പരിശുദ്ധാത്മാവ് അരുളപ്പാട് അറിയിക്കുക. വേറെ വഴി അത് ദൈവം തന്നെ തുറന്ന്, ദൈവം തന്നെ കാണിച്ച്, ദൈവം തന്നെ നടത്തുന്ന ദൈവിക പദ്ധതി ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഹെരോദാവിന് അറിയില്ലാത്ത വഴി ദൈവം കാണിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ശത്രുവിന് തകർക്കാൻ പറ്റാത്ത, ശത്രുവിന് അടയ്ക്കാൻ പറ്റാത്ത, ശത്രുവിന് ഞെരുക്കാൻ പറ്റാത്ത ഒരു വഴിതാ ദൈവം തുറന്നു തരാൻ പോകുന്നു. കർത്താവിത വെളിപ്പെടുത്താൻ പോകുന്നു. ആ നിലയിലാ ദൈവം അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ അത്ഭുതകരമായ പ്രവൃത്തി മണ്ഡലങ്ങൾ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നത്. വചനം പറയുന്നു, വേറെ വഴിയായി, വേറെ വഴിയായി. അവിടെ ആ ചിന്തകളിൽ പോലും വേറൊരു വഴിയില്ല. അവിടെ നിരൂപണങ്ങളിൽ പോലും വേറൊരു വഴിയില്ല. അവിടെ ഹൃദയത്തിൽ വേറൊരു വഴിയില്ല. അതല്ലേ വാസ്തവം, അതല്ലേ യാഥാർത്ഥ്യം? ഇന്ന് ദൂതേറ്റെടുത്തു. ഇതല്ലേ അർത്ഥം, ഇതല്ലേ ജീവിതം? വേറൊരു വഴിയില്ല. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, അരുളപ്പാട്, ദൈവത്തിൻ്റെ അരുളപ്പാട്, വേറൊരു വഴി അത് ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കും, ദൈവം സഹായിക്കും, ദൈവം മാനിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ വിലയേറിയ ദൂതനായി സ്തോത്രം, വചനത്തിനായി സ്തോത്രം. വേറൊരു വഴി, പുതിയ വഴി ദൈവം ജനത്തിനു വേണ്ടി കൽപ്പിക്കാൻ പോകുന്നതിനായി, ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി, അത് സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ
ജീവിതം കഴിക്കുന്ന, യാത്ര പുറപ്പെടുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവർത്തിയതയും വെളിപ്പെടുത്തുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.